ഹലോ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 97 മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സോ ഷെയർ ബ്രോക്കേഴ്സോ ആവാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ബേസിസിൽ അവരെ പല ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബിസിനസ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് താഴേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 21 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. പിന്നെ പാപ്പരായിട്ട് പ്രഖ്യാപിച്ച വ്യക്തി ആവാനായിട്ട് പാടില്ല. ഏതെങ്കിലും നിയമം ലംഘിച്ച വ്യക്തിയോ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ നിയമലംഘനം നടത്തിയത് മൂലം ഡീഫോൾട്ടർ അല്ലെങ്കിൽ നിയമലംഘകൻ എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വ്യക്തി ആവാനായിട്ട് പാടില്ല. സെബിയുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള വ്യക്തി ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലുണ്ടായിരിക്കണം. ഇയാളുടെ നെറ്റ് വർത്തും പിന്നെ വർക്കിംഗ് ക്യാപിറ്റലും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫിക്സ് ചെയ്തിരിക്കുന്ന അത്രയും തന്നെ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞതൊക്കെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പർ ആവാൻ വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വേരിയസ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കമ്മീഷൻ ബ്രോക്കേഴ്സ്. കമ്മീഷൻ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പർ അല്ലാത്ത വ്യക്തികൾക്ക്, നോൺ മെമ്പേഴ്സിനും ക്ലയൻറ്റുകൾക്കും വേണ്ടിയിട്ട് കമ്മീഷൻ ബേസിസിൽ പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പേഴ്സാണ് കമ്മീഷൻ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവർ മെമ്പർ അല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നത് ഇവരായിരിക്കും. അപ്പോൾ ഇവർ ശരിക്കും പുറത്തുള്ള ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ ഔട്ട്സൈഡുള്ള പീപ്പിളിൻ്റെ ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് മേടിക്കാനായിട്ടും വിൽക്കാനായിട്ടും സാധിക്കും. ഇവർ മറ്റുള്ളവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടി വാങ്ങലും വിൽപ്പനയും ചെയ്യുന്ന ആൾക്കാരാണ് കമ്മീഷൻ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവർ മേടിക്കുന്ന റെമ്യൂണറേഷനാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആ കമ്മീഷൻ എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന ട്രാൻസാക്ഷൻ്റെ ടോട്ടൽ പ്രൈസിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും ഇവരുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. അതേപോലെ കമ്മീഷൻ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് സെബിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തിയായിരിക്കണം. കമ്മീഷൻ ബ്രോക്കേഴ്സായിട്ട് ഒന്നുകിൽ വ്യക്തികൾക്കോ കോർപ്പറേറ്റുകൾക്കോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. സെബി പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും ഉള്ള വ്യക്തിക്ക് മാത്രമേ കമ്മീഷൻ ബ്രോക്കറായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സെക്കൻഡ് വൺ, ജോബേഴ്സ്. മറ്റാർക്കും വേണ്ടിയിട്ടല്ലാതെ സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയുള്ള ബ്രോക്കറാണ് ജോബർ എന്ന് പറയുന്നത്. അയാൾക്ക് വേണ്ടി തന്നെയാണ് ഇയാൾ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്നത്. ഇയാൾ ഒരു ഏജൻ്റ് അല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് മേടിക്കുകയോ വിൽക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ കേസിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. അപ്പോൾ ഈ ജോബറിൻ്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ബ്രോക്കർമാരുമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ജോബേഴ്സോ ആയിട്ടായിരിക്കും ഇവർ ഡീലിങ്സ് നടത്തുന്നത്. ഒരു ബ്രോക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു സെയിലിനോ പർച്ചേസിനോ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്, ആദ്യം സമീപിക്കുന്ന ഈ ജോബേഴ്സിനെ ആയിരിക്കും. തേർഡ് വണ്ണാണ് ഫ്ലോർ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ സബ് ബ്രോക്കേഴ്സ്. പ്രിൻസിപ്പൽ ബ്രോക്കേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ സബ്ബായിട്ട് പ്രവർത്തിക്കുന്ന ബ്രോക്കേഴ്സാണ് ഫ്ലോർ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ സബ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ ബ്രോക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഡീലിങ്സ് കാണും, ഒരുപാട് ക്ലയൻറ്റുകൾ കാണും. അപ്പോൾ എല്ലാവരും കൂടെ നോക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ അവരുടെ വർക്കിൻ്റെ ഒരു ഭാഗം അവർ സബ് ബ്രോക്കേഴ്സിനെയാണ് സാധാരണ ഏൽപ്പിക്കുന്നത്. അവരെ തന്നെയാണ് നമ്മൾ ഫ്ലോർ ബ്രോക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. കമ്മീഷൻ ബ്രോക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സബ് ബ്രോക്കേഴ്സിന് അവർക്ക് കിട്ടുന്ന കമ്മീഷൻ്റെ ഒരു പങ്ക് സബ്ബായിട്ട് നിൽക്കുന്ന ബ്രോക്കേഴ്സിനും കൂടെ കൊടുക്കും. അപ്പം അങ്ങനെ സബ് ബ്രോക്കറിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രോക്കറിൻ്റെ കീഴിൽ മാത്രമേ ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സബ് ബ്രോക്കേഴ്സിനും സെബിയുടെ രജിസ്ട്രേഷനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ രജിസ്ട്രേഷനും ആവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് തറവണിവാലാസ്. ഇന്ത്യയിലാണ് ഈ തറവണിവാല എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് സ്വന്തം പേരിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് തറവണിവാലാസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ജോബേഴ്സ് പറഞ്ഞല്ലോ, ഇൻഡിവിജ്വലായിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ജോബേഴ്സ് എന്ന് പറയുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഉള്ളത്. അവരുടെ അതേ വേർഷൻ തന്നെ ഇന്ത്യൻ വേർഷനിലായി കഴിയുമ്പോഴത്തേനും വരുന്നതാണ് തറവണിവാലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ന് പറയുന്നതും
ഇന്ത്യയിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ റോള് ചേഞ്ച് ചെയ്തിട്ട് കമ്മീഷൻ ബ്രോക്കേഴ്സായിട്ട് വേണമെന്നുണ്ടെങ്കിലും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ബേസിക്കായിട്ട് നമുക്ക് ഈ പറഞ്ഞ തറവണിവാലാസിനെ കാണാനായിട്ട് സാധിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. നെക്സ്റ്റ് വൺ ഈസ് ആർബിട്രേറ്റേഴ്സ്. ഏതെങ്കിലും രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രൈസ് ഡിഫറൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട്, അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ലാഭം ഉണ്ടാക്കുന്ന ബ്രോക്കേഴ്സാണ് ആർബിട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ യൂസ് ചെയ്തുകൊണ്ട് വില കുറവുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്താണോ അവിടെ നിന്ന് അവർ ഷെയർ പർച്ചേസ് ചെയ്യും. എന്നിട്ട് വില കൂടുതലുള്ള സ്ഥലത്ത് കൊണ്ട് അവരത് വിൽക്കും. അതായത് ഒരു മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വേറൊരു മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇവർ ട്രാൻസാക്ഷൻസ് നടത്തും. ഒരിടത്തുനിന്ന് മേടിച്ച് അപ്പം തന്നെ അടുത്തടുത്തേക്ക് വിൽക്കും. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ടാണ് അവർ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഒരു പർച്ചേസും ഒരു സെയിലും സെയിം ടൈമിൽ ഇവർ നടത്തും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു ഡിഫറൻസാണ് അവരുടെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർ ഏൺ ചെയ്യുന്നതെന്ന് പറയുന്നത്. അടുത്ത 6th വൺ, സെക്യൂരിറ്റി ഡീലേഴ്സ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ മാത്രം സെക്യൂരിറ്റീസുമായിട്ട് ഡീല് ചെയ്യുന്ന ബ്രോക്കേഴ്സാണ് സെക്യൂരിറ്റി ഡീലേഴ്സ് എന്ന് പറയുന്നത്. അപ്പം പ്രൈമറി ഡീലേഴ്സിൻ്റെ ആ ഒരു വരവോടുകൂടി ഇവരുടെ റോള് ശരിക്ക് അല്ലെങ്കിൽ ഇവരുടെ ഇമ്പോർട്ടൻസ് ശരിക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. ദെൻ 7th വൺ, ഓഡ് ലോട്ടിൽ ഡീലേഴ്സ്. ഓഡ് ലോട്ടിൽ ഡീലിങ്സുകളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഓഡ് ലോട്ട് ഡീലർ എന്ന് വിളിക്കുന്നത്. ഓഡ് ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ട്രേഡിങ്. അതായത് മാർക്കറ്റിലൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഒരു മിനിമം സൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ലോട്ടെന്ന് പറഞ്ഞാൽ 50 ഷെയർ അതല്ലെങ്കിൽ 100 ഷെയർ, അതിൽ താഴ്ന്ന ആരും അങ്ങനെ പർച്ചേസ് വിൽക്കുകയൊന്നും ചെയ്യാറില്ല. അതിനെയാണ് നമ്മൾ ലോട്ട് സൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് സൈസിനേക്കാളും കുറഞ്ഞ സൈസിലുള്ള ഷെയർസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ആൾക്കാരാണ് ഓഡ് ലോട്ട് ഡീലേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു മാർക്കറ്റിയുടെ ഒരു കമ്പനിയുടെ ഫിക്സഡ് മാർക്കറ്റിലോട്ട് 50 അല്ലെങ്കിൽ 100 എന്ന് പറയുകയാണെങ്കിൽ 50 അല്ലെങ്കിൽ 100 ഷെയർ എന്നുള്ളതാണ്. അപ്പോൾ അതിലും താഴ്ന്നുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഓഡ് ലോട്ടായിട്ട് വരും. അപ്പം ഇപ്പോൾ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് ആക്കി കഴിഞ്ഞപ്പോഴത്തേനും മാർക്കറ്റ് ലോട്ട് സൈസ് എന്ന് പറയുന്നത് 1 ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ഓഡ് ലോട്ട് ഡീലിങ്സ് വരുന്നത് ബോണസ് ഷെയറുകളും റൈറ്റ് ഷെയറുകളും ഇഷ്യൂ ചെയ്യുന്ന സമയത്താണ് യൂഷ്വലായിട്ട് ഓഡ് ലോട്ട് ഡീലിങ്സ് വരുന്നത്. നെക്സ്റ്റ്, നോൺ മെമ്പേഴ്സ് ആക്ടിങ് ഫോർ മെമ്പേഴ്സ്. അതായത് മെമ്പേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സ് അല്ലാത്ത മറ്റുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റെമിസിയർ. റെമിസിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പറിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇയാൾ പ്രിൻസിപ്പാളിന് വേണ്ടിയിട്ട് ബിസിനസ് പിടിച്ചു കൊടുക്കും. എന്നിട്ട് അതിനു വേണ്ടി ഇയാൾക്കൊരു റെമ്യൂണറേഷനും കിട്ടും. പിന്നെ അതുകൂടാതെ കമ്മീഷനായിട്ടും അധികമായിട്ട് കിട്ടും. ഇയാളെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സബ് ബ്രോക്കർ ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇയാളൊരു സബ് ബ്രോക്കർ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പറാണ്. പക്ഷേ റെമിസിയർ എന്ന് പറയുമ്പോൾ സബ് ബ്രോക്കറുടെ അതേ പണിയും പക്ഷേ മെമ്പർ അല്ലാത്ത വ്യക്തിയാണ്. ഇവർക്ക് പക്ഷേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത രണ്ടാമത്താണ് ഓതറൈസ്ഡ് ക്ലർക്ക് എന്ന് പറയുന്നത്. ഓതറൈസ്ഡ് ക്ലർക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സിൻ്റെ എംപ്ലോയീസാണ്. അപ്പോൾ ഇവർ എംപ്ലോയറിന് വേണ്ടി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രാൻസാക്ഷൻസ് ഡീല് ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയറുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാലറീഡ് പേഴ്സൺസാണ് ഓതറൈസ്ഡ് ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് സാലറിയും ആ കൂടെ ഇവർ ചെയ്യുന്ന ബിസിനസ്സിനുള്ള കമ്മീഷനും ഇവർക്ക് കിട്ടും. ഇവരാണ് ശരിക്കും എംപ്ലോയറുടെ അഭാവത്തിൽ അയാളുടെ ബിസിനസ്സുകളെല്ലാം ട്രാൻസാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓരോ മെമ്പേഴ്സിനും ഇതേപോലെ ക്ലർക്കുകൾ കാണും, ഓതറൈസ്ഡ് ക്ലർക്കുകൾ കാണും. അങ്ങനെ ഒരു മെമ്പറിന് എത്ര ക്ലർക്കിനെ വേണമെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ മെമ്പർ അസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഇവർ നടത്തുന്ന ഡീലിങ്സിനെല്ലാം ഓതറൈസ്ഡ് ക്ലർക്കുകൾ ചെയ്യുന്ന എല്ലാ ഡീലിങ്സിൻ്റെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മെമ്പർ ആരാണോ അയാൾക്കായിരിക്കും. നെക്സ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് സ്പെക്കുലേറ്റേഴ്സ്. ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്ത് അത് ലോങ് ടൈമിലേക്ക് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിത് ലോങ് ടൈമിൽ കയ്യിൽ വെക്കാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏർണിങ്സ്, ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിവിഡൻ്റ് ആയിട്ടാവാം, അതല്ല എന്നുണ്ടെങ്കിൽ കുറേ വർഷം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അത് മറച്ചു വെക്കുന്നത് വഴി ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആകാം. ഇവർക്ക് എപ്പോഴാണോ പ്രോഫിറ്റ് കിട്ടുന്ന ഷുവറായിട്ട് പ്രോഫിറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ അവർ കയ്യിലിരിക്കുന്ന ഷെയർ വിൽക്കാറുള്ളൂ. അത്രയും നാളും കൈവശം വെച്ച് ഡിവിഡൻറ്റ് മേടിക്കുകയാണ് ചെയ്യുന്നത്.
പക്ഷേ സ്പെക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളിത് ഫ്യൂച്ചറിൽ വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് പ്രോഫിറ്റിൽ വിൽക്കണം, അതിന് വേണ്ടിയിട്ട് ഷെയർ മേടിച്ച് കൈ വെച്ചിരിക്കുന്ന വ്യക്തിയാണ് സ്പെക്കുലേറ്റർ എന്ന് പറയുന്നത്. ഇയാൾ ഒത്തിരി നാളൊന്നും ഷെയർ കൈ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ക്വിക്കായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇവർ അധികം നാളൊന്നും ഷെയർ കൈ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഷെയർ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഡെലിവറി പോലും ചിലപ്പോൾ കയ്യിലെടുക്കത്തില്ല. ജസ്റ്റ് ഇവർ ആ ഒരു പ്രൈസ് ഡിഫറൻഷ്യൽസിൻ്റെ അകത്തുനിന്ന് ഏൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികളാണ്. പെട്ടെന്ന് തന്നെ മേടിച്ച് പെട്ടെന്ന് തന്നെ വിൽക്കും. ലോങ് ടൈമിൽ ഒരിക്കലും ഇവർ ഷെയർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ അവിടെ 100% ഇൻവെസ്റ്ററും ഇല്ല, 100% സ്പെക്കുലേറ്ററും ഇല്ല. എല്ലാ ഇൻവെസ്റ്റേഴ്സും സ്പെക്കുലേറ്റേഴ്സാണ്, എല്ലാ സ്പെക്കുലേറ്റേഴ്സും ഇൻവെസ്റ്റേഴ്സും ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഹക്കച്ചവടക്കാരാണ്. കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇവർ ശരിക്കും മാർക്കറ്റിനെ കുറിച്ച് ഊഹങ്ങൾ ഉണ്ടാക്കുവാണ്. വില കൂടാൻ ചാൻസ് ഉണ്ട്, വില കൂടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവർ കുറഞ്ഞ വിലയ്ക്ക് പർച്ചേസ് ചെയ്ത് വിൽക്കും. ഇനി വില കുറയാൻ പോകുന്നു എന്നാണ് അവർ ഊഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പം കയ്യിലുള്ള ഷെയർ ഇപ്പം തന്നെ വിൽക്കും, എന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് പിന്നീട് മേടിക്കാമെന്ന് കരുതും. അങ്ങനെയുള്ള ആൾക്കാരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റേഴ്സിനെ അവരുടെ ആക്ടിവിറ്റിയുടെ നേച്ചറിൻ്റെ ബേസിസിൽ പല പേരിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. നമ്മൾ മിക്കവാറും ആനിമൽ കിങ്ഡത്തിൽ നിന്നുള്ള പേരുകളൊക്കെയാണ് അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അവരുടെ ആ ഒരു പ്രവൃത്തിയുടെ സാമ്യത വെച്ചിട്ട് ആനിമൽസിൻ്റെ പേരൊക്കെയാണ് മിക്കവാറും ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സ്പെക്കുലേറ്റേഴ്സ് ഈ പ്രൈസ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ച് ഊഹം വെക്കുന്നത്, അതായത് വില കൂടും അല്ലെങ്കിൽ വില കുറയും എന്നുള്ള അവർ പ്രതീക്ഷിക്കുന്ന അവരുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ, ഈ ഒരു ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള അനലറ്റിക് കപ്പാസിറ്റി ഉള്ള വ്യക്തികളായിരിക്കും സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ ഒരു കപ്പാസിറ്റി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഓഹരി വിപണിയുടെ ന്യൂസൊക്കെ കാണിച്ചിരിക്കുന്നിടത്ത് കാളയുടെ ഫോട്ടോ, കരടിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്പെക്കുലേറ്റേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞ ഫോട്ടോസ് എല്ലാം അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത്, ബുള്ളാണ്. ബുള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ കാള എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഈ കാള എന്ന് പറയുന്നത് ശരിക്കും ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ ശരിക്കും ബുൾ അല്ലെങ്കിൽ കാള എന്ന് പറയുന്നത്. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബുള്ളായിട്ടുള്ള സ്പെക്കുലേറ്റേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഷെയർസ് എക്സ്പെക്റ്റിംഗ് എ റൈസ് ഇൻ ദെയർ പ്രൈസസ്. വില ഉടനെ കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ, വില കൂടുമെന്ന പ്രതീക്ഷയിൽ അത് പോസിറ്റീവായിട്ടുള്ള ചിന്തയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒപ്റ്റിമിസ്റ്റിക് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പം ഷെയർ പർച്ചേസ് ചെയ്യും. ഇപ്പം വില കുറവാണ്, ഈ ഭാവിയിൽ കൂടും, അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വില കൂടുമെന്നുള്ള ഉദ്ദേശത്തിൽ ഷെയർ മേടിച്ച് വെച്ചിട്ട് വില കൂടുന്ന സമയത്ത് അത് പ്രോഫിറ്റിൽ വിൽക്കാനായിട്ട് ഭാവിയിലൊരു ഡേറ്റിൽ വില കൂടുമ്പോൾ അത് ലാഭത്തിന് വിൽക്കുക എന്നുദ്ദേശിക്കുന്ന വ്യക്തികളാണ് ബുള്ളെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം അയാൾ ബയ്യറാണ്, ഭാവിയിൽ അയാൾ സെല്ലറാണ്. ഇയാൾ ഒപ്റ്റിമിസ്റ്റിക്കാണ്, കാരണം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്നുള്ളതാണ് ഇയാളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് നമ്മൾ പറയുന്നത് ഈ ബുൾസിൻ്റെ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് നടക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാർ പ്രൈസ് കൂടുന്നുള്ള പ്രതീക്ഷയിൽ ഷെയർ പർച്ചേസ് ചെയ്ത് വെക്കുന്ന മാർക്കറ്റുകളെയാണ് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ബുൾ സ്പെക്കുലേറ്റേഴ്സ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂട്ടുക അല്ലെങ്കിൽ പ്രൈസ് റൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന, അങ്ങനെ പ്രതീക്ഷിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ഒരു ഇതിനിങ്ങനെ ബുള്ളെന്ന് പേര് വരാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ വിക്ടിമിനെ കൊമ്പ് വെച്ച് കുത്തി മുകളിലേക്ക് എറിയുന്ന ഒരു ജീവിയാണ് കാള എന്ന് പറയുന്നത്. അപ്പം ആ മുകളിലേക്ക് എറിയുന്ന, അങ്ങനെ ത്രോസ് വിക്ടിം അപ്വേർഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്പെക്കുലേറ്റേഴ്സിന് ബുള്ളെന്ന് നെയിം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ ഷെയർ പ്രൈസ് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് പ്രൈസ് റൈസ് ചെയ്യുന്ന രീതികളും ഈ ബുൾസിൻ്റെ കയ്യിലുണ്ട്. അവർ പല സ്റ്റോറീസൊക്കെ പറഞ്ഞുണ്ടാക്കും. ചിലപ്പോൾ സത്യമായിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഹാഫ് ട്രൂ ആയിരിക്കാം, ചിലപ്പോൾ നുണയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇവർ പറഞ്ഞുണ്ടാക്കി അങ്ങനെ ഷെയറിൻ്റെ പ്രൈസ് കൂട്ടാനായിട്ടൊക്കെ ഇവർ ശ്രമിക്കും.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഗ്ഗിങ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് പൊസിഷൻ ഇവർക്ക് ഫേവറബിൾ ആക്കാൻ വേണ്ടി ഇവർ പല സ്റ്റോറീസ് ഇറക്കുന്നതാണ് റിഗ്ഗിങ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ ബുള്ളിനെ വിളിക്കുന്ന പേര് തേജിവാല എന്നാണ്. നമ്മൾ കുറച്ച് ഇന്ത്യൻ നെയിമാണ് അവരെ വിളിക്കുന്നത്. തേജിവാല എന്നാണ് അവരെ വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് വണ്ണാണ് ബിയർ അല്ലെങ്കിൽ കരടി എന്ന് പറയുന്നത്. ഈ ബുൾ സ്പെക്കുലേറ്ററുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ബിയർ സ്പെക്കുലേറ്റർ എന്ന് പറയുന്നത്. ബുൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന വില കൂടുന്നതാണ്, ബിയർ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് വില കുറയുമെന്നാണ്. അപ്പം ഭാവിയിൽ ഷെയറിൻ്റെ വില കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം കയ്യിലിരിക്കുന്ന ഷെയറെല്ലാം വിൽക്കുക, എന്നിട്ട് കൂടിയ വിലയ്ക്ക് വിൽക്കുക, എന്നിട്ട് ഭാവിയിൽ വില കുറഞ്ഞ് കഴിയുമ്പോൾ അതേ ഷെയർ തിരിച്ച് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭമാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്ന വ്യക്തികളാണ് ബിയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അവർ വിൽക്കും, ഭാവിയിൽ അവർ മേടിക്കും. അപ്പോൾ അവർ കറണ്ട് സിറ്റുവേഷനെ നോക്കുവാണെങ്കിൽ അവർ സെല്ലേഴ്സും പൊട്ടൻഷ്യലി അവർ ബയേഴ്സും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പെസിമിസ്റ്റുകൾ, അതായത് വില കുറയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെസിമിസ്റ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർക്ക് ബിയർ അല്ലെങ്കിൽ കരടി എന്നുള്ള ഒരു പേര് വരാനുള്ള കാണണമെന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ കരടി എന്ന് പറയുന്ന ആനിമൽ എന്താ ചെയ്യുന്നത്, എപ്പോഴും അതിൻ്റെ വിക്ടിമിനെ നിലത്തേക്ക് അമർത്തുവാണ് ചെയ്യുന്നത്. പ്രസ് ദ വിക്ടിം ടു ദ ഗ്രൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പെക്കുലേറ്റേഴ്സിനെ ബിയർ എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയറിൻ്റെ പ്രൈസ് എങ്ങനെ താഴേക്ക് കൊണ്ടുവരാം, എങ്ങനെ ലോ ചെയ്യാം എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അധികമായിട്ട് ബിയർ സ്പെക്കുലേറ്റേഴ്സ് ഉള്ള മാർക്കറ്റിനെ ബിയറിഷ് മാർക്കറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വില താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബിയേഴ്സിൻ്റെ ആ ഒരു ശ്രമത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബിയർ റെയ്ഡ് എന്ന് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഈ ബിയേഴ്സിനെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് മാണ്ടിവാല എന്നാണ്. ബുള്ളിനാണെന്നുണ്ടെങ്കിൽ തേജിവാല എന്നും, ബിയറിനാണെന്നുണ്ടെങ്കിൽ മാണ്ടിവാല എന്നുമാണ്. അടുത്ത സ്പെക്കുലേറ്ററാണ് സ്റ്റാഗ്. സ്റ്റാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനാണ്. ഈ സ്റ്റാഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ബുൾ സ്പെക്കുലേറ്ററാണ്. ബുൾ സ്പെക്കുലേറ്റർ എപ്പോഴും എന്താ ചെയ്യുന്നത്, നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് വെച്ചിട്ട് ഭാവിയിൽ പ്രൈസ് കൂടും, അപ്പോൾ വിൽക്കാം എന്നുള്ള രീതിയിൽ മേടിച്ച് വെക്കുന്ന ആൾക്കാരാണ് ബുൾ സ്പെക്കുലേറ്റർ. അപ്പോൾ ഈ സ്റ്റാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് മാന. അപ്പോൾ ഇവരും ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ബുള്ളാണ്. ഇവരും ചെയ്യുന്നത് ഇപ്പം ഷെയർ വിൽക്കുവാണ്, എന്നിട്ട് ഭാവിയിൽ മേടിച്ച് വെക്കുവാണ്, എന്നിട്ട് ഭാവിയിൽ വില കൂടുന്ന സമയത്ത് അത് വിൽക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ നമ്മൾ ശരിക്കും സ്റ്റാഗ് എന്ന് വിളിക്കാനായുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ സ്റ്റാഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ ശരിക്കും ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനികൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്നതിന് മുമ്പേ കുറേ ഷെയറുകളെല്ലാം മേടിച്ച് വെക്കും. എന്നിട്ട് ഈ അലോട്ട്മെൻറ്റൊക്കെ തീരാറായി എന്ന് വരുന്ന സമയത്ത് പ്രീമിയത്തിൽ ഇതിവർ മറച്ചു വയ്ക്കും. ഇവരുടെ കയ്യിലിരിക്കുന്ന ഷെയർ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രീമിയം എമൗണ്ടിൽ ഇവരത് വിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ പ്രീമിയം ഹണ്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവർ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചിട്ട് കൂടിയ വിലയ്ക്ക് ഇത് വിൽക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ പ്രീമിയം ഹണ്ടർ എന്ന് വിളിക്കും. ഇവർ മേടിക്കുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള ഡിഫറൻസാണ് ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സ്റ്റാഗ് എന്ന് വിളിക്കാനായുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഗ് നമ്മുടെ മാനെന്ന് പറയുന്ന വളരെ ഫാസ്റ്റായിട്ട് ഓടുന്ന ഒരു മൃഗമാണ്. അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റീസ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതുകൊണ്ടാണ് അവരെ സ്റ്റാഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കമ്പനികൾ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർ ശരിക്കും ഒരു ഫിക്റ്റീഷ്യസ് ഡിമാൻഡ് ഉണ്ടാക്കും. ഒരു ഫിക്റ്റീഷ്യസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത്രയും ഡിമാൻഡൊന്നും കാണത്തില്ല ഷെയറിന്. പക്ഷേ ഇവരിങ്ങനെ സ്റ്റാക്കുകൾ ഓവറായിട്ട് ചെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഷെയറിന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാകും. അപ്പോൾ ഹൈ ഡിമാൻഡ് വന്നു കഴിയുമ്പോഴത്തേനും ശരിക്കും അത്രയും ഡിമാൻഡ് ആ ഒരു ഷെയറിന് കാണത്തില്ല. അപ്പോൾ ആ ഒരു അനോമാലിയാണ് ഇവർ ഇല്ലാത്ത ഡിമാൻഡ് ഉണ്ടാക്കി ഷെയർ മേടിച്ചിട്ട് അത് പിന്നീട് വിൽക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഒരു ഡിക്ലൈൻ ഉണ്ടാവും, പിന്നീട് ഒരു വീഴ്ച ഉണ്ടാവും ആ ഒരു ഷെയറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പുതിയ കമ്പനികളെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാഗുകൾ ഉള്ളത് കാണാം. സ്റ്റാഗ്സ് എന്ന് പറയുന്ന സ്പെക്കുലേറ്റേഴ്സ് ഉള്ളത് കാണാം. അവരുദ്ദേശിക്കുന്ന എമൗണ്ടൊന്നും ഇവർക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാഗുകളുടെ ഫങ്ഷനിങ് എന്ന് പറയുന്നത് ഇത്തിരി ബാഡായിട്ടാണ് അവരെ അഫക്റ്റ് ചെയ്യുക. അടുത്താണ് ലെയിം ഡക്ക്. ഡക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, താറാവാണ്. ലെയിം ഡക്ക് എന്ന് പറഞ്ഞാൽ ചട്ടൻ താറാവെന്നൊക്കെ നമുക്ക് വിളിക്കാം. ലെയിം ഡക്ക് എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് ബിയർ സ്പെക്കുലേറ്റർ ആണ്. അപ്പോൾ ഇവർ ശരിക്കും പ്രൈസ് കുറയുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയ വിലയ്ക്ക് വിറ്റിട്ട് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാമെന്നുള്ള ഉദ്ദേശത്തിലിരിക്കുന്ന ആൾക്കാരാണ് ലെയിം ഡക്ക് എന്ന് പറയുന്നത്.
പക്ഷേ ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫില്ല് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ശരിക്കും ഒരു ബിയർ സ്പെക്കുലേറ്റർ ആണ്, പക്ഷേ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാത്ത ബിയർ സ്പെക്കുലേറ്റേഴ്സിനെയാണ് നമ്മൾ ലെയിം ഡക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ബിയർ സ്പെക്കുലേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, ഇവർ ചെയ്യുന്നത് വില കുറയും. അപ്പോൾ കൂടിയ വിലയ്ക്ക് കയ്യിലിരിക്കുന്ന ഷെയർ മുഴുവൻ വിറ്റേക്കാം, എന്നിട്ട് ഭാവിയിൽ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാം എന്നുദ്ദേശിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ കയ്യിലില്ലാത്ത ഷെയർ വിൽക്കാനായിട്ട് ഇവർ എഗ്രിമെൻറ്റിൽ ഏർപ്പെടും. ഇപ്പോൾ കൂടിയ വിലയ്ക്ക് വിൽക്കാമെന്നും പറഞ്ഞിട്ട് ശരിക്കും ഇവർ ആക്ച്വലി ആ ഷെയർ പ്രോസസ്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ അവർ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന 10 ദിവസം കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഇത്ര ഷെയർ നിങ്ങൾക്ക് വിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ വിലയ്ക്കാണ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. എന്നിട്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്, 10 ദിവസം കഴിയുമ്പോഴത്തേനും വില കുറയുമല്ലോ, അപ്പോൾ മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചിട്ട് അപ്പോൾ ഇവർക്ക് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവരുദ്ദേശിച്ച രീതിയിൽ വില കുറഞ്ഞു കാണുമല്ല, അല്ലെങ്കിൽ ഇവരുദ്ദേശിച്ച രീതിയിൽ ഇവർക്ക് ഷെയർ കിട്ടിക്കാണുമല്ല. അപ്പോൾ അങ്ങനെ ഇവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഫുൾഫില്ല് ചെയ്യാതെ ഇവർ വിൽക്കാമെന്നും വേണ്ട എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ എഗ്രിമെൻറ്റ് പ്രകാരം ഇവർക്കത് എഗ്രിമെൻറ്റ് ഫുൾഫില്ല് ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെയുള്ള ആൾക്കാരാണ് ലെയിം ഡക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കയ്യിലില്ലാത്ത ഷെയർ വിൽക്കാനായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത്, കയ്യിലില്ലാത്ത ഷെയർ വിൽക്കുന്നതിന് നമ്മൾ ഷോർട്ട് സെല്ലിംഗ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള കേസിൽ മാത്രമേ ഇവർക്ക് ഈ ഒരു അവസ്ഥ വരാറുള്ളൂ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലെയിം ഡക്ക് എന്ന് വിളിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നന്നായിട്ടൊന്ന് പഠിച്ചോണം. എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, താങ്ക് യു. നന്നായിട്ടൊന്ന് വായിച്ച് നോക്കാം.